ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ടേ 1 മാസത്തോളം ആകുന്നു. ഈ വീഡിയോ വരുമ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ എന്നെ പഞ്ഞിക്കിടും. 100-ൽ 110% ഇത് ഉറപ്പാണ്. എൻ്റെ കൂട്ടുകാരുടെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. ഇതാണ്ടായി നമ്മൾ ഫ്രണ്ട്സ്, ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് പോയത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞങ്ങൾ 4 എണ്ണത്തിൽ ഒരു കുരിപ്പിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ് പോകുന്നത്. പിന്നെ എല്ലാവരും കൂടെ 5 വന്ന് ഒത്തുകൂടിയിട്ട് 5 നേരെ കടക്കലിലോട്ടാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും കൂടെ വന്നു, ബസ് കണ്ടു, തള്ളിപ്പളന്ന് കയറി പോവാണ്. എന്നിട്ട് ഓരോരുത്തരെ നമ്മൾ പകുതി വഴി വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത് അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ പോയി ഫൈനലി നമ്മൾ ഇവളെ കണ്ടു. ഇത് ഞാനാണ്. ഓ മൈ ഗോഡ്, എല്ലാവരും ഉണ്ട്. പിന്നെ വഴി വെച്ച് കൺവെൻഷൻ സെൻ്ററിൻ്റെ ഇവിടെ എത്തിയപ്പം എൻ്റെ ചേട്ടനെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനും വാവുമായിട്ട് ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് തരുന്നതിൻ്റെ ചേല വലിയലും ഫ്രണ്ട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് അതുങ്ങളുടെ നിന്നും. ഇവർ പറഞ്ഞിട്ട് നല്ല ഡൗട്ടുണ്ട്. അത് അയന ചേച്ചി, മറ്റേത് ഗോപിക, ഇത് രേഷ്മ, അമൃത, ദേവിക, ഫാത്തിമ, ഇത് അനൂജ, ഞങ്ങളുടെ സ്വന്തം അംബുജം. എടുക്കാൻ പറ്റാത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി നടക്കുക. അങ്ങനെ രാവിലെ അവരുടെ നിന്ന് ഊക്ക് വാങ്ങി കൂട്ടിയപ്പോൾ നല്ല സമാധാനം. ഇപ്പോഴാണ് എന്നെ ഊക്കിയതോ, എന്താ മോളെ ഇത് പിടയ്ക്കണ മീനോ. അങ്ങനെ അവസാനം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ ബാക്കിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. ഓഡിറ്റോറിയം കണ്ടിട്ട് ഏതാണ്ട് ഓട്ടം വിളിച്ച് പോകേണ്ട അവസ്ഥയാണ്. അകത്തോട്ട് ഒരുപാട് കിടക്കുന്നു. നടന്ന് തന്നെ പോകണമെന്ന് ഞങ്ങൾ ഡൗട്ട് അടിച്ച് അങ്ങനെ ഇന്നലെ അവിടെ എത്തി. ഫൈനലി ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇവളെ ചേച്ചിയുടെ കല്യാണത്തിനാണ് വന്നത്. ഇത്രയും നാളായി ഞങ്ങളുടെ കൂടെ പഠിക്കുന്നത്. ഇവളെ ഇത്രയും വൃത്തിക്കും എനിക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അഥവാ തുറക്കല്ലായിരുന്നു ഡിസ്. പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് കുറച്ച് നേരം വൈകിയിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള മട്ടിൽ നമ്മുടെ സീനിയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരെന്തോ പുകവലിച്ച് വിടുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പുകയല്ല, അവരെന്തോ അതിനെന്തൊരു പേര് പറഞ്ഞു കേട്ടോ, ഞാൻ മറന്നുപോയി ആ സാധനം. എന്നിട്ട് ഞാൻ എന്തോ തിന്നുകൊണ്ടിരുന്നപ്പം ആരണ്ട് അടിച്ചുകൊണ്ട് പോയി ഗൈസ്. വിഷമമായി, സങ്കടമായി, സാരമില്ല. പിന്നെ നമ്മൾ പഞ്ഞിമുട്ടായി തിന്നു. എല്ലാവരും തമ്മി വായിലൊക്കെ വെച്ച് കൊടുക്കുന്നു. ഭയങ്കര സ്നേഹമാ, പറയണ്ട. വേണ്ട, എൻ്റെ അപ്പൂക്കുച്ച് എനിക്ക് വെച്ചായിരുന്നു. സോറി, വേണ്ട, ശരിയാവത്തില്ല. ഓക്കെ, തിന്നിട്ട് തുടച്ച് ലിപ്സ്റ്റിക്ക് പോയോ എന്നും കൂടെയാണ് ഞാനൊന്ന് നോക്കിയത്. പിന്നെ ഞാൻ എന്തിന് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചേക്കുന്നു വെച്ചാൽ എനിക്കറിയത്തില്ല. എന്നെ തമ്പുരാനായിട്ടും എനിക്കറിയത്തില്ല ഇത് എന്തിന് ഇങ്ങനെ പിടിച്ചേക്കുന്നു. എന്തോ ഈ കിളി പാറിയിരുന്ന ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വെച്ചത്. ക്യാമറ ഓണായിരുന്നു. ഇനി കുറച്ച് എൻട്രി കാണാം അല്ലേ. ഇത് തെൻസീർ, അതിൻ്റെ തൊട്ട് ബാക്കി എന്തോ കടിച്ച് കീറുന്ന ആദിത്യൻ, അതിൻ്റെ തൊട്ട് ബാക്കി ഇരുന്ന് അനന്തോ. ഇവ എനിക്കൊരു വെല്ലുവിളിയാകുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇടയ്ക്കൂടെ വന്ന് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കാണാം. നീ സ്കെച്ചഡ്. പിന്നെ അത് അഭിത്ത്. അതിൻ്റെ കൂടെ ഇനി ഒരാളും കൂടെ വരും ഗൈസ്. സെയിനു അവനില്ല വഴി തെറ്റി വന്നവരെ പോലെയായിരുന്നു അവൻ്റെ എക്സ്പ്രഷൻ. അങ്ങനെ ഫൈനലി നമ്മൾ ചേച്ചിയെ കാണാനായിട്ട്, താത്തയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ താത്തയെ കണ്ടു. നല്ല രസമുണ്ടായത് കേട്ടോ കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചിനെ ശല്യപ്പെടുത്താൻ പോകുന്നു ഒരുത്തിയാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകത ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യമേ കണ്ടായിരുന്നു. പിന്നെ പൂ മുറിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് അപർണ കൃഷ്ണൻ. ക്ഷമിക്കണം സുഹൃത്തുക്കളെ. ആദ്യമായിട്ട് പിന്നിൽ വേറൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഗതികെട്ട് കടിച്ചങ്ങ് മുറിക്കുക നമ്മുടെ സ്ഥിരം പരിപാടി. ഇതാണ് ഫുൾ ഓഡിറ്റോറിയത്തിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഓൾറെഡി ഒന്ന് വീഡിയോ എടുത്താണ്. എന്നാൽ പിന്നെ നീ എന്തിനു ക്യാമറ തിന്നാൻ വരുന്നത്, ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. എൻ്റെ എന്തുവാ പറഞ്ഞു വന്നത്, ഞാനൊരു പാനിപൂരി ലവറാണ് കേട്ടോ. പാനിപൂരിയുടെ അടുത്തൊന്നും മാറിയിട്ടില്ല. കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഇതാണ് കഴിക്കുന്നത് കേട്ടോ. വാവുമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ സ്റ്റേജിൽ ഡാൻസിൻ്റെ പാട്ടിലെ ഡാൻസും സംഭവങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അത് കണ്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ കിളിയും പാറി ഇരിക്കുമായിരുന്നു. എൻ്റെ കിളി ഓൾറെഡി പാറി ഇരിക്കുകയാണെന്നാണ് പൊതുവെയുള്ള സംസാരം. നമ്മൾ തൽക്കാലത്തേക്ക് വെറുതെ ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എന്തരങ്ങാണ്ടൊക്കെ ആരെടുത്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തിയാണ് കാണുന്നത്. അവൾ എന്തരാണ് പറയുന്നത്, വെള്ളം കുടിച്ച അത് മനസ്സിലായി. അങ്ങനെ അവളെ കുറച്ച് നേരം അവളെ ഇങ്ങനെ നോക്കിയിരുന്നോ. അങ്ങനെ
നമ്മൾ നൈസായിട്ടൊന്നും ബാക്കിലോട്ട് നോക്കിയപ്പോൾ രണ്ടവന്മാരെന്തോ തിന്നുന്നു, ഒളിച്ച് തിന്നുന്നാടാ എന്ന് വെച്ചപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് അവൻ്റെ. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ശരിയാവത്തില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ മച്ച വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള കുറച്ച് വ്യക്തികളെ ഞങ്ങൾ കണ്ടത്. നോക്കിയപ്പോൾ അവരിരുന്ന് ഫുഡ് അടിക്കുന്നു. വിശന്നിട്ടാവും പാവങ്ങൾ. പിന്നെ ഞങ്ങൾ ബിരിയാണി ചിക്കൻ ഫ്രൈ കൂടി ഞങ്ങൾ ഒരു പിടിയങ്ങ് പിടിച്ചോ, വേറെ ഒന്നും നോക്കി. ഇതാണ് ഞങ്ങളുടെ അബുക്കൊക്കെ ഗൈസ്. കണ്ടാ അങ്ങനെയൊക്കെ തോന്നെങ്കിലും അങ്ങനല്ല ഗൈസ്. ാണ് അബുക്കാക്ക എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന അക്ഷയണ്ണൻ, മറ്റേത് ശങ്കരണ്ണൻ, ഇത് അക്ബർ കാക്ക, ഇത് അനുജ, രേഷ്വ, അമൃത, ഗോപിക, ഞാൻ, ഫാത്തിമ. ഇങ്ങനെ ഇത്രയും പേരൊക്കെ ആയിട്ടാണ് കഴിച്ചത്. പിന്നെ ഫൈനലി നമ്മൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നമ്മൾ ഫ്രെയിമാണ് കേട്ടോ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഫ്രെയിമൊക്കെ ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നു. പിന്നെ നേരെ നമ്മൾ ബാക്ക് സീറ്റിലോട്ട് പോയിട്ടിരുന്നിട്ട് അവിടെ നിന്ന് വൈപിടിക്കുമായിരുന്നു. അപ്പം അവിടെ പാട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവും. അങ്ങനെയൊക്കെ ആ കണ്ണാടി കൂടെ കാണുന്നത് ഞാനല്ലേ. പിന്നെ നമ്മൾ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എന്താ ഇതാ അങ്ങനെ ഏതൊരു കൊച്ചിനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്ന അപ്പൂനെയാണ് നിങ്ങളെ കണ്ടതോ. അതൊക്കെ കണ്ട് ഫൈനലി നമ്മൾ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.